ഓരോ കപ്പ് കാപ്പി കുടിക്കാം. വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. കാപ്പി കുടിയിടോ MSV. കേസ് വേറെ, കാപ്പി വേറെ. ഇത് ഞാൻ കുടിക്കണമെങ്കിൽ താൻ പറ. പുലിയന്നൂർ കേസിൽ നിന്ന് താൻ പിൻവലിയാന്ന്. അവര് വേറെ വല്ല വക്കീലിനെ വെക്കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ആകെ കുഴപ്പത്തിലാകും. എടോ, തനിക്ക് കൂട്ടാളികളായിട്ട് ഒരുപാട് പേരുണ്ട്, പെരുമയുണ്ട്, പണമുണ്ട്. എന്റെ കക്ഷിക്ക് ഇതൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവരോട് ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടാന്ന്. അപ്പൊ പറയാ ഈ കേസിന് പിന്മാറിയ 2 ലക്ഷം രൂപ തരാന്ന്. വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പറഞ്ഞു. അപ്പൊ പറയാ പകരം ഇവരുടെ വക്കാലത്തെടുത്ത 5 ലക്ഷം രൂപ തരാന്ന്. എന്നാ പിന്നെ കാപ്പി കുടിച്ചിട്ട് പോവാലോ എന്ന് ഞാനും പറഞ്ഞു. എന്റെ എതിർകക്ഷികൾ, അതായത് ഇപ്പൊ തന്റെ കക്ഷികൾ, കാലെണ്ണ തനിക്ക് തരും തോന്നുന്നുണ്ടോ? അവന്മാരോട് പോകാൻ പറ. താൻ എന്റെ കൂടെ നിൽക്കടോ. തന്നെ ഞാൻ കോടീശ്വരനാക്കും. MSV, കണ്ട കള്ളന്മാരെയും കൊലപാതകളൊക്കെ രക്ഷപ്പെടുത്തി കോടീശ്വരനാകാൻ വേണ്ടിയിട്ടല്ല ഞാൻ വക്കീൽ കോട്ട് എടുത്തിട്ടത്. കുറഞ്ഞ പക്ഷം എന്റെ മനസാക്ഷിക്കെങ്കിലും സത്യവും തോന്നുന്ന കാര്യങ്ങൾക്ക് ഞാൻ കോടതി പോവാറുള്ളൂ. പോയാൽ പിന്നെ പിന്മാറുന്ന പ്രശ്നവുമില്ല. ദൈവം തമ്പുരാൻ പറഞ്ഞാലും ശരി. രാമൻ നായർ ശരിക്കും ആലോചിച്ച് പറയാവൂ. ഞങ്ങളെപ്പോലുള്ളവരോട് എതിർത്ത് നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കുറേയേറെ അനുഭവിക്കേണ്ടി വരും. അനുഭവിക്കാൻ പോകുന്നത് ഞാനല്ല, താനാ. 100 കണക്കിന് പാവങ്ങളുടെ കണ്ണീരിനും ചോരയ്ക്കും തന്നെ കൊണ്ട് ഞാൻ കോടതി സമാധാനം പറയിക്കും. പക്ഷേ അതിനൊക്കെ രാമൻ നായർ ഉണ്ടാവോ എന്നൊരു സംശയം. തട്ടിക്കളയുന്നു. എനിക്ക് പുല്ല. ഞാനില്ലാതായാൽ എന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ എന്റെ മകനുണ്ട്. അവൻ LLB പാസ്സായി. ഇനി എൻറോൾ ചെയ്യേ വേണ്ടൂ. മനസ്സിലായില്ലേ? എന്നാ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം. ഓ, കാണാം. വരണ്ടാ, വാ. എന്താ ഇത്? കുറച്ച് പുസ്തകങ്ങളാണ് സാർ. എന്ത് പുസ്തകം? നിയമപുസ്തകങ്ങളാ. നിയമം നീ കയ്യിലെടുക്കണ. വണ്ടിയില് എന്താ കാര്യം സാറേ? കാര്യം നിനക്കറിയണം. വണ്ടി വിടോ. എന്തിനാടാ നിനക്കൊക്കെ ഈ പുസ്തകം? ഓ, നിയമം വെച്ച് തീപ്പന്തം ഉണ്ടാക്കുന്നതാണല്ലോ നിന്റെ തന്ത. അവരെ പുഴുങ്ങി തിന്നാതായിരിക്കും. ദയവായി നീ ഒന്നും ചെയ്യരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വരണം. നീതിമാന്മാരുടെ കാവൽക്കാരൻ അഡ്വക്കേറ്റ് രാമൻ നായർ. ഇവിടെ മാറിക്ക. എന്താ നിന്റെ പരാതി? എന്റെ വീട്ടിൽ നിന്ന് ഒരു മാല മോഷണം പോയി സാർ. ആരാ മോട്ടിച്ചേ? എവനാണ് സാർ. ഇന്ന് നീ മാത്രം പറഞ്ഞാൽ മതിയോ? കണ്ടവരുണ്ടോ? ഇങ്ങനെ മാറിക്കടാ. നീ എന്താ കണ്ടത്? ഈ നിൽക്കുന്നയാൾ ഇയാളുടെ വീട്ടിൽ നിന്ന് ഒരു മാല എടുത്തോണ്ട് ഓടുന്നത് കണ്ടു. അടുത്ത വേടാ. നീ ചക്കര അറിയോ? അറിയാം സാർ. എങ്ങനെ അറിയും? ഇയാള് എന്റെ കടയിൽ ഒരു സ്വർണ്ണമാല വിൽക്കാൻ വന്നു, അങ്ങനെ അറിയും. ഇതാണോ ആ മാല? അതെ സാർ. ഇതാ തന്റെ കാണാതായ മാല? അതെ സാർ. നിങ്ങളൊക്കെ പുറത്തു പോകണം. വക്കീലേ, താൻ എന്തായാലും പുലിയന്നൂർ കേസിന് കോടതി പോണം. അക്കൂട്ടത്തിൽ ഇതും കൂടെ വാദിച്ചോ. എന്തെങ്കിലും തനിക്ക് ഫീസ് വേണ്ടല്ലോ. പിന്നെ പുലിയന്നൂർ കേസിന് താൻ കോടതി പോണില്ലെങ്കിൽ ഇതിനും പോകേണ്ടി വരില്ല. മനസ്സിലായി. അതിനുവേണ്ടിയുള്ള നാടകമാണല്ലോ ഇതൊക്കെ. സാറേ, ഹരി LLB പാസ്സായി നിൽക്കുകയാണ്. എൻറോൾമെന്റിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ദയവായി അവന്റെ ഭാവി തകർക്കരുത്. എന്തോന്ന് ഭാവി? ഇയാള് തന്നെ വക്കീലായിട്ട് മനുഷ്യർക്ക് തലവേദന മാറിയിട്ട് നേരമില്ല. ഇനി മകനും കൂടെ ആ കുപ്പായം വിട്ടാൽ കുശാലായി. അതുകൊണ്ട് തന്റെ മകന്റെ ഭാവി തൽക്കാലം എന്റെ മേശപ്പുറത്തിരിക്കട്ടെ. തന്റെ ഈ മേശയ്ക്ക് മുകളിൽ ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ രാമൻ നായർക്കറിയാം. രാമൻ നായരെ അവർക്കും അറിയാം. മകനെ കള്ളക്കേസിൽ കുടുക്കി അനധികൃതമായി തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് മാത്രം പോരെ, ഇതിന്റെ പിന്നിൽ MSVയെ പോലൊരു നേതാവുണ്ട് എന്ന് വേണോ? വേണം. ആ സത്യം ഞാൻ കോടതിയിൽ തെളിയിക്കുകയും ചെയ്യും. എനിക്കറിയില്ല അയാളെ. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊക്കെ പോണോ രാമൻ നായരെ? ഒരിക്കലും ആവശ്യമില്ലാത്തതല്ല സാർ. എന്റെ മകന്റെ പ്രശ്നത്തെക്കാൾ ഉപരി ജനങ്ങൾ ഒന്നടങ്കം അറിഞ്ഞിരിക്കേണ്ട പ്രശ്നമാണിത്. ഇത് കോടതിയിലെത്തണം. ഇതിലൊന്നും വലിയ കാര്യമില്ലടോ. വെറുതെ കരഞ്ഞു വിളിച്ച് അവനെ കൂടെ വിഷമിപ്പിക്കണ്ട. കോടതി പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ കേട്ടാൻ ഞെട്ടുന്നവനല്ല ഹരി. നാളെ ഇതൊക്കെ കണ്ടു തുടങ്ങേണ്ടവനല്ലേ? അമ്മ എന്തൊക്കെയാ പറയുന്നത്? നീ വാടി. ഭവാനി, നീ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കുക. ഭയങ്കര മേലുവേദന. കളക്ടറേറ്റിൽ 5 മിനിറ്റ് കൊണ്ടല്ലേ IG ഓഫീസിലേക്കും സർക്കിളിന്റെ ഓഫീസിലേക്കും മിന്നൽ പോലെ പറഞ്ഞത്. ചെല്ലേ താനും ഉഷാറായിട്ട് നിൽക്കടോ.
അതിനവരെ എന്നെ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ നീ എന്തിനാ കുത്തിയിരുന്ന് ഇങ്ങനെ കരയുന്നത്? ചെല്ല്, പോയിരുന്നു പഠിക്കേ. ഓടി. ചൂടുവെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞത് നിനക്കാ. കുഴമ്പിരിപ്പുണ്ട്. അമ്മ അറിയാതെ. എന്താ ബാലേന്ദ്ര ഈ സമയത്ത്? രാമേട്ട, ഒരു മിനിറ്റ്. രാമേട്ടനൊന്നും തോന്നരുത്. ഹരിയെ കസ്റ്റഡിയിലെടുക്കാൻ സർക്കിൾ ഓഫീസിൽ നിന്ന് ഒരു ഉത്തരവുണ്ട്. വീണ്ടും ഒരു മോഷണ കേസ് ഹരിയുടെ പേരിൽ ആരോ കൊടുത്തിരിക്കുന്നു. തന്റെ മകൻ വീണ്ടും കുഴപ്പമുണ്ടാക്കിയല്ലേ? സാരമില്ല, ജാമ്യത്തിൽ വിടാനാ സിറ്റിയിൽ നിന്ന് ഇവിടം വരെ ഞാൻ ജീപ്പ് ഓടിച്ചു വന്നത്. ജാമ്യാപേക്ഷ വന്നോ? എന്നോ പിടിച്ചേരെ. നീ ഒരപ്പടാ. മാർക്കറ്റിൽ എന്തോ കശവിശ ഉണ്ടായി. താനൊന്ന് പോയി നോക്കിട്ടോ. ചെല്ല്. നിന്റെ അച്ഛൻ ഐജിയോട് പരാതിപ്പെട്ടു നിന്നെ ലോക്കപ്പിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ചെന്ന്. വക്കീൽ സാറേ, ലോക്കപ്പിലെ മർദ്ദനം നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാ കണ്ടോ? എടുത്തോണ്ട് പോടാ നിന്റെ തന്റെ. എന്താ മോനെ വലിയേട്ടാ? എന്താണ്
ഞങ്ങൾക്കറിയില്ല സാർ. അറിയില്ലേ? സത്യം പറഞ്ഞോടി, അവൻ എവിടെ ഒളിപ്പിച്ചു? എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കോടി. ഞാനിവിടെ വന്നിട്ട് പോയെന്ന് അവനോട് പറഞ്ഞേക്ക്. അയ്യോ സർക്കിളെ, മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇത് കണ്ടോ, പട്ടാപ്പകൽ വീട്ടിൽ കയറി മോഷണം പിടിച്ചു പറയും. ഞങ്ങൾ ആണുങ്ങളുടെ ഉണ്ടായിരുന്നോണ്ട് ഇവനെ പിടിച്ചു കെട്ടി. ഓടി! ഓടി!